In the air, Srishant takes it. Kohli goes down the ground, Kohli goes out of the ground. പാകിസ്ഥാനെ കൊതിപ്പിച്ച് വിജയം അവരുടേതാണെന്ന് തോന്നിപ്പിച്ച് ഇന്ത്യ റാഗിപ്പറന്ന എത്ര മത്സരങ്ങൾ. 2020 ലോകകപ്പിൽ വീണ്ടും ഒരു ഇന്ത്യ പാക് പോരാട്ടത്തിന് കൂടി അരങ്ങുണരുകയാണ്. ബഹിഷ്കരണ നാടകങ്ങളും ഏഷ്യാകപ്പിലെ വിവാദങ്ങളും കാരണം പതിവിലധികം വീര്യം ഇക്കുറി ടൂർണമെന്റിനുണ്ട്. 2020 ലോകകപ്പിന്റെ നാളിന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോഴെല്ലാം തീ പാറിയിട്ടുണ്ട്. 2007 ആദ്യ 2020 ലോകകപ്പിലെ ബോളൗട്ട് മുതൽ നസോ കോണ്ടി സ്റ്റേഡിയത്തിലെ ജസ്പ്രീത് ബുംറയുടെ തീപ്പന്തുകൾ വരെ അത് നീളുന്നു. അതിനിടയിൽ വിരാട് കോഹ്ലി എന്ന മാസ്റ്റർ നടത്തിയ ഒറ്റയാൾ പോരാട്ടങ്ങൾ വേറെയും. ക്രിക്കറ്റ് ലോകത്തെ ത്രില്ലടിപ്പിച്ച 2020 ലോകകപ്പിലെ ഇന്ത്യ പാക് പോരാട്ടങ്ങളൊന്ന് ഓർത്തെടുക്കാം. വർഷം 2007. 2020 ലോകകപ്പ് എന്ന ICCയുടെ ആദ്യ പരീക്ഷണം ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്നു. അതേ വർഷം നടന്ന ഏകദിന ലോകകപ്പിൽ നാണം കെട്ടുമടങ്ങി ഇന്ത്യയും പാകിസ്ഥാനും ഡർബനിലെ കിങ്സ്മീഡ് സ്റ്റേഡിയത്തിൽ പോരടിക്കാനൊരുങ്ങി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ചയായിരുന്നു ഫലം. ഗംഭീർ, സെവാഗ്, യുവരാജ് എന്നീ വൻ തോക്കുകളെല്ലാം നിരാശപ്പെടുത്തി. 4 ഓവറിൽ 18 റൺസിന് 4 വിക്കറ്റ് എടുത്ത മുഹമ്മദ് ആസിഫ് എന്ന പാക് ഗണ്ണാണ് ഇന്ത്യയെ മുൾമുനയിൽ നിർത്തിയത്. 39 പന്തുകളിൽ 50 റൺസ് എടുത്ത ഉത്തപ്പയുടെയും 31 പന്തിൽ 33 റൺസ് എടുത്ത ധോണിയുടെയും ബലത്തിൽ ഇന്ത്യ ഉയർത്തിയത് 141 റൺസ്. പാകിസ്ഥാൻ എളുപ്പം ലക്ഷ്യം നേടിയെടുക്കുമെന്ന് കരുതിയ മത്സരം. പക്ഷേ ഇന്ത്യൻ ബൗളർമാർ തിരിച്ചറിയുകയാണ്. RP സിംഗ്, ഇർഫാൻ പത്താൻ, ശ്രീശാന്ത് അഗർക്കർ എന്നീ 4 സംഘം കൃത്യതയോടെ വന്നെറിഞ്ഞു. പാക് നിരയിൽ ചെറുത്തുനിന്നത് മിസ്ബാഹുല്ലക്ക് മാത്രം. ഒടുവിൽ മത്സരം ചെന്നു നിന്നത് നിർണായകമായൊരു പോയിന്റിൽ. കിങ്സ്മീഡ് സ്റ്റേഡിയം ശ്വാസമെടുക്കാൻ പോലും മടിച്ച പോരാട്ടം. അവസാന ഓവറിൽ പാകിസ്ഥാന് വിജയിക്കാൻ വേണ്ടത് 6 പന്തിൽ 12 റൺസ്. കയ്യിലുള്ളത് ഒരു വിക്കറ്റ് മാത്രം. നിർണായക ഓവർ എറിയാൻ ധോണി ശ്രീശാന്തിനെ പന്തേൽപ്പിച്ചു. ആദ്യ പന്തിൽ 1 റൺസ് മാത്രം. പക്ഷേ രണ്ടാം പന്തിൽ മിസ്ബാഹ് ബൗണ്ടറി വഹിക്കുന്നു. 3-ാം പന്തിൽ ഡബിൾ. 4-ാം പന്തിൽ വീണ്ടും ബൗണ്ടറി. മത്സരം ടൈ. അഥവാ അവസാന 2 പന്തിൽ നിന്നും ജയിക്കാൻ വേണ്ടത് 1 റൺസ് മാത്രം. പക്ഷേ 5-ാം പന്ത് ശ്രീശാന്ത് ഡോട്ടാക്കി മാറ്റി. പക്ഷേ അവസാന പന്തിൽ മിസ്ബ റണ്ണൌട്ട്. അതോടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി വിജയം തീരുമാനിക്കാൻ ബോളൗട്ട് നടത്തി. സ്റ്റംപിനെ ഉന്നം തെറ്റാതെ എറിയുന്ന രീതിയായിരുന്നു ഇത്. ബോളൗട്ടിൽ സെവാഗ്, ഹർഭജൻ, റോബിൻ ഉത്തപ്പ എന്നീ 3 സ്പിന്നർമാരെ കൊണ്ട് എറിയിച്ച് ധോണി വിജയം കൊയ്തു. വീണ്ടും അതേ ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ പാക് പോരാട്ടം. ബാറ്റർമാരും ബോളർമാരും ഒരുപോലെ കൊമ്പ് കോർത്തപ്പോൾ യോഹന്നാസ്ബർഗിലെ വാൻഡറെ സ്റ്റേഡിയത്തിന് തീപിടിച്ചു. ഫൈനലിൽ ഗംഭീറിന്റെ മിടുക്കിൽ ഇന്ത്യ ഉയർത്തിയത് 157 റൺസ്. പാക് ബാറ്റിങ്ങിന് മറികടക്കാവുന്ന സ്കോറേ അതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇർഫാൻ പത്താനും RP സിംഗും സ്വിംഗ് കണ്ടെത്തിയതോടെ പാക് ബാറ്റർമാർക്ക് മുട്ടുപറച്ചു. പക്ഷേ മിസ്ബാഹുല്ലക്ക് എന്ന ബാറ്റർ ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് മുന്നിൽ ഒറ്റയാന പോലെ നിൽക്കുകയാണ്. ഒടുവിൽ ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ മത്സരത്തിൽ ജോഗീന്ദർ ശർമ്മയുടെ പന്തിൽ മിസ്ബാഹിനെ ശ്രീശാന്ത് പിടികൂടുമ്പോൾ ഇന്ത്യൻ നഗരങ്ങൾ എല്ലാം മറന്ന് തുള്ളിച്ചാടി. 2007 ഏകദിന ലോകകപ്പിൽ നാണം കെട്ടുവന്ന ഇന്ത്യൻ സംഘത്തെ കാത്തിരുന്നത് പ്രതിഷേധങ്ങളായിരുന്നുവെങ്കിൽ ധോണിയുടെ സംഘത്തെ ഇക്കുറി വരവേൽക്കാൻ പൂമാലകളുമായി ആയിരങ്ങൾ ഒത്തുചേർന്നു. പാകിസ്ഥാനെ വീണ്ടും ഒരു വേദന കൂടി. 2012 കൊളംബോയിൽ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും പോരിനിറങ്ങിയത്. തികച്ചും ബോളർമാർ മാത്രം കളിച്ച മത്സരം. ലക്ഷ്മിപതി ബാലാജി 3 വിക്കറ്റും അശ്വിൻ, യുവരാജ് എന്നിവർ 2 വിക്കറ്റും എടുത്തതോടെ പാകിസ്ഥാൻ ആകെ കുറിച്ചത് 128 റൺസ്. പക്ഷേ ഇന്ത്യക്ക് മത്സരം വിചാരിച്ച എളുപ്പമായിരുന്നില്ല. ഗംഭീർ റൺസ് ഒന്നും എടുക്കാതെ മടങ്ങി. പക്ഷേ അസാമാന്യ ക്ഷമയുള്ള ഇന്നിംഗ്സോടെ വിരാട് കോഹ്ലി ക്രീസിൽ ഉറച്ചപ്പോൾ ഇന്ത്യക്ക് 17-ാം ഓവറിൽ 8 വിക്കറ്റ് ജയം. 2014 2020 ലോകകപ്പിലും ഇന്ത്യ പാക് പോരാട്ടം നടന്നിരുന്നു. ധാക്കയിലെ ഷേറെ ബംഗ്ലാ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അന്ന് ഇന്ത്യക്ക് അനായാസ ജയമായിരുന്നു. 2016 ഇന്ത്യയിൽ നടന്ന 2020 ലോകകപ്പിലായിരുന്നു അടുത്ത പോര്. സാക്ഷിയായത് കൊൽക്കത്ത ഈഡൻ ഗാർഡൻ. 18 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാനെ ഇന്ത്യ വെറും 118 റൺസിൽ ഓൾ ഔട്ടാക്കി. ഒരു ഈസി വിന്നായിരുന്നു ഇന്ത്യ പ്രതീക്ഷിച്ചത്. പക്ഷേ പാക് പേസർമാർ തീതുപ്പിയ സ്പെല്ലുകളിൽ ഇന്ത്യൻ മുൻനിര വെണ്ണീറായി മാറി. ആമറിനും സമിഖും മുന്നിൽ രോഹിത്, ധവാൻ, റെയ്ന എന്നീ 3 വൻ തോക്കുകൾ മടങ്ങി. 4.4 ഓവറിൽ 23-3 എന്ന നിലയിലായിരുന്നു ഇന്ത്യ. പക്ഷേ പ്രൈം വിരാട് കോഹ്ലി എന്ന പ്രതിഭാസം ഇന്ത്യക്ക് വേണ്ടി അവതരിച്ചു. സമ്മർദ്ദഘട്ടത്തിൽ ചിറകുകൾ മുളക്കുന്ന ചെസ് മാസ്റ്റർ കോഹ്ലി പാകിസ്ഥാന് മുന്നിൽ വട്ടമിട്ട് നിന്നു. സമ്മർദ്ദഘട്ടത്തിൽ നിന്നും ഇന്ത്യയെ എടുത്തുയർത്തിയ കോഹ്ലി ഇന്ത്യയെ 6 വിക്കറ്റ് ജയത്തിലേക്ക് നയിച്ചു. പാകിസ്ഥാന് പിന്നെയും ഒരു തോൽവി. പക്ഷേ ഇന്ത്യയുടെ അപരാജിത തേരോട്ടത്തിന് ഒരു മറുപടി പാകിസ്ഥാൻ കാത്തുവെച്ചിരുന്നു. 2021 UAEയിൽ നടന്ന 2020 ലോകകപ്പ് ഇന്ത്യക്ക് നൽകിയത് ഒരിക്കലും മറക്കാത്ത വേദനകൾ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ മുൻനിരക്ക് നേരെ ഷഹീദ് അഫ്രീദി തീ തുപ്പി. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ വിരാട് കോഹ്ലി 49 പന്തിൽ 57 റൺസുമായി ചെറുത്തുനിന്നു നോക്കി. കോഹ്ലി അന്ന് ക്യാപ്റ്റൻ കൂടിയാണ്. പക്ഷേ കാര്യമായ പിന്തുണയില്ലാത്ത മത്സരത്തിൽ ഇന്ത്യ കുറിച്ചത് 151 റൺസ്. ലോകകപ്പിൽ എന്നും ഇന്ത്യക്കെതിരെ മുട്ടുവിറക്കുന്ന പാകിസ്ഥാൻ ഇക്കുറി പക്ഷേ സമ്മർദ്ദമില്ലാതെ പൊരുതി. ബാബർ അസമും മുഹമ്മദ് റിസ്വാനും ക്ഷമയോടെ ക്രീസിൽ ഉറച്ചപ്പോൾ 17.5 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ ജയം പാകിസ്ഥാന്.
ഏതെങ്കിലും ഒരു ലോകകപ്പിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വിജയിക്കുന്നത് അതാദ്യമായിരുന്നു. 10 വിക്കറ്റിൻ്റെ തോൽവി എന്ന അപമാന ഭാരത്തോടെയാണ് ഇന്ത്യ തിരിഞ്ഞു നടന്നത്. ഒരു വർഷത്തിനു ശേഷം ഓസ്ട്രേലിയയിൽ അടുത്ത T20 ലോകകപ്പിന് വേദികൾ ഉണർന്നു. മെൽബണിലെ വിഖ്യാതമായ MCG സ്റ്റേഡിയത്തിൽ വീണ്ടും ഒരു ഇന്ത്യ പാക് പോരാട്ടം. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ വിറച്ചാണ് ബാറ്റ് ചെയ്തത്. ആകെ നേടിയത് 159 റൺസ്. ഇന്ത്യക്ക് ഈസി വിന്നെന്നായിരുന്നു ആദ്യം കരുതിയത്. പക്ഷേ ഇന്ത്യൻ ബാറ്റിംഗ് തുടങ്ങിയതോടെ കഥയെല്ലാം മാറി. ഹാരിസ് റൌഫ് നസീം ഷാ സഖ്യം ആഞ്ഞടിച്ചതോടെ ഇന്ത്യ 6.1 ഓവറിൽ 31-4 കൂപ്പുകുത്തി. പക്ഷേ ഒരറ്റത്ത് എല്ലാം കണ്ട് അന്നും കോഹ്ലി ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലി തൻ്റെ കരിയറിലെ ഏറ്റവും മോശം ഫോമിലൂടെ കടന്നുപോയ കാലം. ടീമിൽ ഉൾപ്പെടുത്തിയതിനെതിരെ വരെ അന്ന് വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ വിൻ പ്രഡിക്റ്ററും മത്സരം കണ്ടവരും പാകിസ്ഥാന് വിജയമെന്നുറപ്പിച്ച മത്സരത്തെ കോഹ്ലി ഒറ്റയ്ക്ക് ടേൺ ചെയ്തു. 8 പന്തിൽ 27 റൺസ് വേണമെന്നിരിക്കെ ഹാരിസ് റൌഫിനെ MCGയിലേക്ക് ഊർത്തിറക്കി വിരാട് കോഹ്ലി എന്ന ചേസ് മാസ്റ്റർ വീണ്ടും അവതരിച്ചു. ഹാരിസ് റൌഫിനെതിരെ കോഹ്ലി പറത്തിയ ഷോട്ടും അർഷേയ് ബോഗ്ലിയുടെ കമന്ററിയും ക്രിക്കറ്റ് ആരാധകരുടെ കാതിൽ ഇന്നുമുണ്ട്. ജയമുറപ്പിച്ചൊരു മത്സരം കൂടി കോഹ്ലിക്ക് മുന്നിൽ അടിയറവെച്ചതിൻ്റെ അപമാനത്തിൽ പാകിസ്ഥാൻ തിരിഞ്ഞു നടന്നു. പോയ T20 ലോകകപ്പിൽ അമേരിക്കയിലെ നസോ കൗണ്ടി സ്റ്റേഡിയത്തിലായിരുന്നു ഇന്ത്യ പാക് പോരാട്ടം. ബാറ്റർമാരുടെ ചോര തെറിച്ച ഡ്രോപ്പിൻ പിച്ചിലെ പോരാട്ടം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയെ നസീം ഷാ, ഹാരിസ് റൌഫ്, മുഹമ്മദ് ആമിർ പേസ് ത്രയം എറിഞ്ഞിട്ടു. 31 പന്തിൽ 42 റൺസ് എടുത്ത ഋഷഭ് പന്തായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഇന്ത്യ ആകെ നേടിയത് 119 റൺസ് മാത്രം. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാൻ 14 ഓവറിൽ 3-80 എന്ന നിലയിലായിരുന്നു. 6 ഓവറും 7 വിക്കറ്റും ശേഷിക്കെ 39 റൺസ് അടിച്ചെടുക്കുക പാകിസ്ഥാൻ എളുപ്പമാണെന്ന് എല്ലാവരും കരുതി. പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന്. പാകിസ്ഥാൻ ബൗളിംഗ് നിരക്കെതിരെ ജസ്പ്രീത് ബുംറ തീതുപ്പി തുടങ്ങി. ഹർദിക് പാണ്ഡ്യയും അതിന് കൂടെ ചേർന്നു. പാക് ബാറ്റർമാർക്ക് അനങ്ങാൻ പോലും സാധിക്കാത്ത ഓവറുകൾ. ഒടുവിൽ 20 ഓവറുകൾ പൂർത്തിയാക്കുമ്പോൾ പാകിസ്ഥാന് 7 വിക്കറ്റ് നഷ്ടത്തിൽ നേടാനായത് 113 റൺസ് മാത്രം. ഇന്ത്യക്ക് 6 റൺസിൻ്റെ വിജയം. ക്രീസിലുണ്ടായിരുന്ന നസീം ഷാ കരഞ്ഞുകൊണ്ട് മൈതാനം വിടുമ്പോൾ മറ്റൊരു മത്സരം കൂടി തിരിച്ചുപിടിച്ച സന്തോഷത്തിലായിരുന്നു ഇന്ത്യ. പാക് ആരാധകർക്ക് വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയ മത്സരം. കൊളംബോ പ്രേമദാസിൽ വീണ്ടും ഒരു ഇന്ത്യ പാക് പോരാട്ടത്തിന് അരങ്ങുണരുമ്പോൾ ഇക്കുറി കാത്തുവെച്ച കൗതുകങ്ങൾ എന്തായിരിക്കും? കാത്തിരിക്കാം.